വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളെടുക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA കോമൺ സബ്ജക്റ്റായ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും ഒക്കെയാണ് പറയുന്നത്. ചാപ്റ്റർ 3 ഡിബഞ്ചേഴ്സാണ് എടുക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ മുൻപത്തെ ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ മുൻപത്തെ വീഡിയോസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. കാണാത്തവർ അതുപോയി വാച്ച് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ഡിബഞ്ചർ. ഡിബഞ്ചറിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ The Companies Act defines debentures as debenture includes debenture stock, bonds or any other securities of a company, whether constituting a charge on the assets of the company or not. എന്താണ് ഡിബഞ്ചർ? ഡിബഞ്ചർ എന്ന് വെച്ചാൽ ഒരു കമ്പനിയിലെ ഡിബഞ്ചർ സ്റ്റോക്കോ അല്ലെങ്കിൽ ബോണ്ട്സോ അല്ലെങ്കിൽ എന്ത് തരം സെക്യൂരിറ്റീസ് ആണെങ്കിലും അതിനെയൊക്കെയാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് പല സ്റ്റോക്കുകളും പല ബോണ്ടുകളും പല സെക്യൂരിറ്റീസും ഒക്കെ ഉണ്ടായിരിക്കും. അതിനെ എല്ലാം കൂടി പറയുന്നതാണ് ഡിബഞ്ചർ എന്ന്. അടുത്തതാണ് വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡിബഞ്ചർ. എന്താണ് ഒരു ഡിബഞ്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻസ്? ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് സെക്യൂർഡ് ഓർ മോർട്ടേജ് ഡിബഞ്ചേഴ്സ്. ദീസ് ഡിബഞ്ചേഴ്സ് ആർ സെക്യൂർഡ് either on a particular asset or on the assets of the company in general. ഈ ഒരു ഡിബഞ്ചർ എന്ന് പറയുന്നത് സെക്യൂർഡാണ്. എന്തിൻ്റെ ബേസിൽ? ഒരു പെർട്ടിക്കുലർ അസറ്റിൻ്റെ ബേസിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അസറ്റിൻ്റെ ബേസിലോ ഈ ഒരു ഡിബഞ്ചർ സെക്യൂർഡാണ്. അതിനെയാണ് സെക്യൂർഡ് ഓർ മോർട്ടേജ് ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് അൺസെക്യൂർഡ് ഓർ നേക്കഡ് ഡിബഞ്ചേഴ്സ്. എന്താണ് അൺസെക്യൂർഡ് ഓർ നേക്കഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്? ദീസ് ഡിബഞ്ചേഴ്സ് ഡു നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. ഈ ഒരു അൺസെക്യൂർഡ് ഓർ നേക്കഡ് ഡിബഞ്ചേഴ്സിൽ ഇവർക്ക് ഈ ഒരു കമ്പനിയുടെ അസറ്റിൻ്റെ മേലെ ഒരു ചാർജും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഡിബഞ്ചറിനെ അൺസെക്യൂർഡ് എന്ന് വിളിക്കുന്നത്. ദീസ് ഡിബഞ്ചേഴ്സ് ഡു നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. അടുത്തതാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്. എന്താണ് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്? ദീസ് ഡിബഞ്ചേഴ്സ് ആർ പേയബിൾ ടു ദ പേഴ്സൺസ് recorded in the register of debentures holders of the company and these are transferable only with the knowledge of the company. ഈ ഒരു കമ്പനിയിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള ഡിബഞ്ചേഴ്സിനെയാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഒരു കമ്പനിയുടെ നോളജിലൂടെ മാത്രമായിരിക്കും. അടുത്തതാണ് ബിയറർ ഡിബഞ്ചേഴ്സ്. എന്താണ് ബിയറർ ഡിബഞ്ചേഴ്സ്? In these debentures, company maintains no register of debenture holders and these are transferred by mere delivery. ബിയർ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് രജിസ്റ്റർ ഡിബഞ്ചേഴ്സിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റാണ്. ഈ ഒരു ഡിബഞ്ചറിൽ ഒരു ടൈപ്പ് രജിസ്റ്റേഴ്സും ഉണ്ടായിരിക്കില്ല. ഈ ഒരു ഡിബഞ്ചർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അതിനെയാണ് ബിയർ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്റേഴ്സൊന്നും ഈ ഒരു ഡിബഞ്ചറിൽ ഉണ്ടായിരിക്കില്ല. അടുത്താണ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. എന്താണ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ്? ദീസ് ഡിബഞ്ചേഴ്സ് ആർ റീപേയബിൾ ആഫ്റ്റർ എ ഫിക്സഡ് പീരിയഡ് ഈദർ ഇൻ ലംപ് സം ഓർ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഈ ഒരു റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. റീപേയബിൾ ആണ് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഡിബഞ്ചേഴ്സ് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ടൈം ആയാൽ ഈ ഡിബഞ്ചേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയോ അല്ലെങ്കിൽ ലംസം ആയോ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിനെയാണ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് പെർപെച്വൽ ഓർ ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ്. എന്താണ് പെർപെച്വൽ ഓർ ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്? ദീസ് ഡിബഞ്ചേഴ്സ് ആർ നോട്ട് റീപേയബിൾ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദി കമ്പനി. ഈ ഒരു പെർപെച്വൽ ഓർ ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ലൈഫ് ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡിബഞ്ചേഴ്സ് ഒരിക്കലും കമ്പനി ഓൺ ദ വേ റണ്ണിങ്ങിലാണെങ്കിൽ ഈ ഒരു ഡിബഞ്ചേഴ്സ് ഒരിക്കലും തിരിച്ചു കൊടുക്കില്ല, റീപേബിൾ അല്ല. ഈ ഒരു കമ്പനിയുടെ അവസാനം എൻഡ് ടൈമിൽ മാത്രമായിരിക്കും ഈ ഒരു ഡിബഞ്ചേഴ്സ് തിരിച്ചു കൊടുക്കുക. അതുവരെ ഈ കമ്പനി അതിന് ഡിബഞ്ചേഴ്സ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പോലും തിരിച്ചു കൊടുക്കില്ല. അതിനെയാണ് പെർപെച്വൽ ഓർ
ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു റെഡീമബിൾ ഡിബഞ്ചേഴ്സിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. അടുത്തതാണ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. എന്താണ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്? These debentures can be converted into shares within or after a specified period at the option of the holder. ഈ ഒരു കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡിബഞ്ചർ ഹോൾഡർക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇയാൾക്ക് ഒരു ഫിക്സഡ് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ഈ ഒരു ഡിബഞ്ചർ വേണമെങ്കിൽ ഷെയർ ആയിട്ട് മാറ്റാൻ പറ്റും, ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു സ്പെസിഫൈഡ് പീരീഡിൻ്റെ ഉള്ളിൽ ആ ഒരു ഷെയർ ഹോൾഡർ, ആ ഒരു ഡിബഞ്ചർ ഹോൾഡർക്ക് അത് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. എന്താണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്? ദീസ് ഡിബഞ്ചേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ്. ഇതൊരു കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഈ ഒരു ഡിബഞ്ചേഴ്സ് ഒരിക്കലും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവർ വിചാരിച്ചാൽ പോലും അത് അവർക്ക് ഏത് സമയത്താണെങ്കിൽ പോലും അത് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അതിനെയാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് നോൺ കൺവേർട്ടബിൾ ആണ്. അടുത്താണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. എന്താണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് റെഫേഴ്സ് ടു ദ ഡിസ്ചാർജ് ഓഫ് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ്. ഇഫ് സിംപ്ലി മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനി അതിൻ്റെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫിക്സഡ് ടൈം പീരീഡ് ഉണ്ടായിരിക്കും. ആ ഒരു ഡിബഞ്ചറിൻ്റെ എക്സ്പയറി ടൈം ആയാൽ ആ ഒരു കമ്പനി തന്നെ ആ ഡിബഞ്ചേഴ്സ് റീപേ ചെയ്യണം. ആ ഡിബഞ്ചർ ഹോൾഡർക്ക് അതിൻ്റെ മണി റീപേ ചെയ്യണം. അതിനെയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചേഴ്സിൻ്റെ തിരിച്ചു കൊടുക്കൽ എന്നാണ് ഇതിന് പറയുന്നത്. ഇത്രയുമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA കോമേഴ്സ് സബ്ജക്റ്റിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.